സിറാജ് ലൈവ് വാർ അപ്ഡേറ്റ്സ്. പശ്ചിമേഷ്യയിൽ ഒരു യുഗം അവസാനിച്ചിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ അത് കേവലം ഒരു ഭരണാധികാരിയുടെ അന്ത്യമല്ല, മറിച്ച് ദശകങ്ങളായി നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടി പതനമാണ്. 1989 മുതൽ ഇറാന്റെ അനിഷേധ്യ നേതാവായിരുന്ന ഖാംനെയിയുടെ ജീവിതം വിപ്ലവത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നിരന്തരമായ പ്രതിരോധത്തിൻ്റെയും കഥയാണ്. 1939 മഷ്ഹദിലെ ഒരു ഷിയ പണ്ഡിത കുടുംബത്തിലാണ് ഖാംനെയി ജനിച്ചത്. മതപണ്ഡിതനായിരുന്ന പിതാവിൽ നിന്ന് പ്രാഥമിക വിദ്യ നേടിയ അദ്ദേഹം പിന്നീട് നജഫിലും ഖൂമിലും ഉപരിപഠനം നടത്തി. ആയത്തുള്ള ഖൊമേനിയുടെ ഏറ്റവും അടുത്ത അനുയായിയായി മാറിയ ഖാംനെയി പഹ്ലവി രാജഭരണത്തിൽ പാശ്ചാത്യ അനുകൂല നിലപാടുകളെ ശക്തമായി എതിർത്തു. ഇതിൻ്റെ പേരിൽ പലതവണ അദ്ദേഹം ജയിലിലാവുകയും നാട് കടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവം വിജയിച്ചതോടെ ഖാംനെയി ഇറാന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രധാനിയായി മാറി. പ്രതിരോധ മന്ത്രിയായും റവല്യൂഷണറി ഗാർഡ് മേധാവിയായും അദ്ദേഹം തിളങ്ങി. 1981 ഇറാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 8 വർഷം നീണ്ട ഇറാൻ യുദ്ധകാലത്ത് രാജ്യത്തെ നയിച്ചു. ഈ കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ കടുത്ത പാശ്ചാത്യ വിരുദ്ധത വളർത്തിയത്. 1989 ഖൊമേനിയുടെ മരണശേഷം ഖാംനെയി പരമോന്നത നേതാവായി. പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് എന്ന സഖ്യത്തിലൂടെ ലബനനിലെ ഹിസ്ബുള്ള, ഫലസ്തീനിലെ ഹമാസ്, യമനിലെ ഹൂത്തികൾ എന്നിവരെ കൂട്ടിയിണക്കി അദ്ദേഹം പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം ഉറപ്പിച്ചു. ഖാസിം സുലൈമാനി എന്ന വിശ്വസ്തനിലൂടെ ഇറാന്റെ അതിർത്തികൾക്കപ്പുറം ഒരു സുരക്ഷാ വലയം അദ്ദേഹം തീർക്കുകയും ചെയ്തു. എന്നാൽ ഉള്ളിൽ നിന്നുള്ള പ്രക്ഷോഭങ്ങൾ ഖാംനെയിയെ എന്നും വേട്ടയാടി. 2009 ഗ്രീൻ മൂവ്മെൻറ്റും 2022 മഹ്സ അമീനി പ്രക്ഷോഭവും ഇതിൽ പ്രധാനമാണ്. സാമ്പത്തിക ഉപരോധങ്ങൾ രാജ്യത്തെ തളർത്തിയപ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. യുവാക്കൾക്കിടയിൽ തൻ്റെ ഭരണത്തിലുള്ള സ്വാധീനം കുറയുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണമാണ് ഖാംനെയിയുടെ പതനത്തിന് വഴിമരുന്നിട്ടത്. പിന്നാലെ വന്ന ഇസ്രായേൽ പ്രത്യാക്രമണങ്ങളിൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഒന്നൊന്നായി തകർന്നു. ഒടുവിൽ 2026 ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുകയും ടെഹ്റാനിലെ വസതി ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണം ഖാംനെയിയുടെ അന്ത്യത്തിന് കാരണമാവുകയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ വരുംകാലം വലിയ അനിശ്ചിതത്വത്തിലാണ്. ഖാംനെയിക്ക് പകരക്കാരനായി ആര് വരുമെന്നതിനേക്കാൾ ഈ വ്യവസ്ഥിതി ഇനി എത്ര നാൾ മുന്നോട്ടു പോകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.